നമസ്കാരം. ചെന്നൈയിലെ മലയാളികൾക്കിടയിൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത്. ജോഫിൻ മണിമല. നാടകരചനയും ഒപ്പം തന്നെ അഭിനയവുമൊക്കെയായി ഏറെ സജീവമാണ്. നിരവധി തവണ നിരവധി അവാർഡുകൾ ഇപ്പോൾ തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞു. നമുക്ക് കാണാം, കേൾക്കാം ജോഫിൻ മണിമലയുടെ വിശേഷം. ജോഫിൻ, സ്വാഗതം മീഡിയ വണ്ണിലേക്ക്, മീഡിയ വണ്ണിൻ്റെ മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. നാടകം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇപ്പോൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കലാരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിൽ. സ്വാഭാവികമായിട്ടും യുവാക്കളൊന്നും തന്നെ അതിലേക്ക് വരാത്തൊരു സാഹചര്യം, എല്ലാവരും ഡിജിറ്റൽ മീഡിയയുടെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ജോഫിൻ കേരളത്തിൽ നിന്ന് ഈ ഒരു വലിയ ഭ്രമവും കൊണ്ട് ചെന്നൈയിലേക്ക് വരുന്നത്. എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം? അത് ആക്ച്വലി കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യം ചെന്നൈയിലോട്ടല്ല വന്നത്. ഞാൻ ബാംഗ്ലൂരിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് കമ്പനി നമ്മളൊരു 10 ദിവസത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിന് വേണ്ടി പറഞ്ഞു വിട്ടു. അത് വേറൊരു കമ്പനിയിലായിരുന്നു. അവിടുത്തെ ഒരു നാഷണൽ വൈസ് ഡ്രാമയൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണ് നമ്മളെ ക്ലാസ് എടുത്തത്. അപ്പം എന്നോട് ഭാഗമായിട്ട് മീമുകൾ, മീൻസ് സ്കിറ്റ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെ എൻഡ് വന്നപ്പം ഏറ്റവും നല്ല നടൻ അയാൾ പറഞ്ഞു, നീ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകേണ്ട ആളല്ല, നീ നടനാകേണ്ട ആളാണ്, നാടകങ്ങളൊക്കെ നിനക്ക് പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചവിടുന്നു. കേരള സർക്കാരിൻ്റെ തിരുവിതാംകൂർ ഫോക്ലോർ ഗ്രാമം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇന്ത്യയിലെ 3ാമത്തെ ഫോക്ലോർ ഗ്രാമമാണ്, കേരളത്തിലെ ആദ്യത്തെ. അത് ഞങ്ങളുടെ നാട്ടിൽ KM മാണി സാറ് ധനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലോട്ടാണ് അത് വന്നത്. അപ്പോൾ അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എൻ്റെ വർക്ക്. ആ സമയത്ത് അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിന് മുന്നോടിയായിട്ട് ഈ നാടൻ കലകൾ മുഴുവൻ കൊണ്ടുവന്നിട്ടൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഏകദേശം ഒരു 2-3 മാസത്തെ കാലയളവ് ഉണ്ടായിരുന്നു അതിൻ്റെ പരിപാടിക്ക്. ഞാനതിൻ്റെ കമ്മിറ്റിയിൽ വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കുറച്ചുകൂടെ, പിന്നെ പണ്ടോട്ടെ എഴുതുമായിരുന്നു, കവിതകളൊക്കെ ഏറെ എഴുതുമായിരുന്നു. അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ ചെന്നൈക്ക് ജോലി തേടി വന്നാണ്. ജോലി കിട്ടിയില്ല. ഞാൻ ചെന്നൈ വന്നതിൻ്റെ ഒരു 10-12 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു നാടകം, ജീവിതത്തിൽ ആദ്യമായിട്ട് നാടകം അഭിനയിക്കുന്നത് അങ്ങനെയാണ്. ഒരു പ്രേമൻ മെലഡി എന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ് ഈ രംഗത്ത് എൻ്റെ ഗുരു. അദ്ദേഹം എന്നെ വിളിച്ച് ചുമ്മാ ഏതോ ഒരു പ്രോഗ്രാമിന് കണ്ടപ്പം നീ ഒരു നാടകം ഉണ്ടെന്ന് പറഞ്ഞ് ആ നാടകത്തിൽ 3 വേഷം, ചെറുതാണെങ്കിലും 3 വേഷം ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് നാടകം അഭിനയിക്കാൻ വരുന്നത്. അങ്ങനെയാണ് നാടകത്തിലോട്ടുള്ള ഒരു തുടക്കം. പിന്നെ ഇതുവരെയായിട്ട് ഏകദേശം 20ഓളം നാടകങ്ങൾ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2015 മുതൽ നാടകം എഴുതാനും തുടങ്ങി. ജോഫിൻ, മുഖമൂടികളില്ലാതെ കാണികളോട് നേരിട്ട് സംവദിക്കുന്ന ഒരു കലയാണ് നാടകം. അതായത് സിനിമ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ മീഡിയ പോലെയോ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എഴുത്തിൻ്റെ ശക്തി കുറച്ചുകൂടി കൂടുതലായിരിക്കണം. കാരണം ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവണമെങ്കിൽ അത്ര ഒരു ശക്തമായ അഭിനയം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ ആ ഒരു ഫീൽ ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ സ്വാഭാവികമായും ടെലിഫിലിമുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും ഈ പറഞ്ഞതുപോലുള്ള ചെറിയ പിള്ളേരടക്കം ഇങ്ങനെ ടെലിഫിലിമുകളും ഫിക്ഷൻസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അപ്പം ഈ വിഷയങ്ങളുടെ ഒരു കാര്യം, പ്രത്യേകിച്ച് നാടകം നമ്മൾ എഴുതുന്ന സമയത്ത് എത്രത്തോളം സെലക്റ്റീവ് ആയിരിക്കണം, അത്ര വിഷയങ്ങൾ ഈ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു കാര്യം കൂടി ഒന്ന് പറയും. എൻ്റെ ആദ്യത്തെ നാടകം ഒരു അമ്മ മകൻ ബന്ധം വെച്ച് എഴുതിയൊരു നാടകമാണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം തീവ്ര സ്വഭാവമുള്ള നാടകങ്ങൾ തന്നെയായിരുന്നു. അത് ചെന്നൈ ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് നാടകം ചെയ്യാൻ പറ്റി, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ നാടകത്തിൻ്റെ തീം അല്ലെങ്കിൽ സബ്ജക്റ്റ് കൊണ്ടായിരിക്കണം പലയിടങ്ങളിലും നമുക്ക് വേദികൾ കിട്ടാതെ വന്നിട്ടുണ്ട്. ബുക്കൊക്കെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ അത് വേണ്ട കേട്ടോ, പ്രശ്നമാകും എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതോടൊപ്പം അവൻ എഴുതുമ്പോൾ ഇച്ചിരി തീവ്ര സ്വഭാവമാണ്, സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ സപ്പോർട്ടാണ്. അതുപോലെ ഈ ജാതി മത ചിന്തകളൊന്നും
അതൊക്കെ വിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത്തരം മേഖലകളിലോട്ടാണ് ആദ്യം പോയത്. പിന്നെ ദളിത് ജീവിതം, ഇന്നത്തെ മനുഷ്യൻ്റെ എങ്ങനെയാണ്, നമ്മളെപ്പോഴും ദളിത് ജീവിതം പറയുമ്പം പ്രത്യക്ഷത്തിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതിൽ നിന്ന് മാറ്റി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഉള്ളൊരു ഇത്, നമ്മുടെ ദേവദാസി, ഇന്നും കർണാടക, തിരുവള്ളൂർ ഭാഗങ്ങളിലൊക്കെ ദേവദാസികൾ സുപ്രീം കോടതി നിരോധിച്ചിട്ട് പോലും ദേവദാസികളാകുന്ന ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിന് എതിരായിട്ടുള്ള നാടകമാണെങ്കിൽ ആ ഒരു സംഭവം അങ്ങനെ പറഞ്ഞൊരു നാടകമായിരുന്നു വാലന്റൈൻസ് ഡേയുടെ ഓർമ്മയ്ക്ക്. പിന്നെ അഭയാർത്ഥി പ്രശ്നം, അഭയാർത്ഥികളുടെ മരണം എങ്ങനെയായിരിക്കും, ആ മരണത്തെ എങ്ങനെ ആൾക്കാർ യൂസ് ചെയ്യും. ഇപ്പം ലാസ്റ്റ് എഴുതിയ അക്കാഡമിയുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ മത്സരത്തിന് സെലക്ഷൻ കിട്ടിയ തൂമതിപ്പൂ എന്ന് പറയുന്നത് ഒരു കന്യാസ്ത്രീയുടെ ജീവിതത്തിൽ സാധാരണ ചിന്തകൾ വരുന്നതോടൊപ്പം അവരുടെ ആർത്തവകാല സമയത്ത് അവരെന്തൊക്കെ ചിന്തിക്കും, ഒരു ആർത്തവ സമയത്ത് കന്യാസ്ത്രീയുടെ ചിന്തകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അവിടുന്ന് അവരെങ്ങനെയാണ് അമ്മ എന്ന ഭാവത്തെ കാണുന്നത്, ലൈംഗികത എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ എഴുതുന്ന തെണ്ടിയാണേലും കർണൻ, തുടി, ഇതെല്ലാം ഇത്തരം തീവ്ര സ്വഭാവങ്ങളെ വെച്ചിട്ടാണ്. എനിക്കും എപ്പോഴും ഈ അടിച്ചമർത്തപ്പെട്ടവർ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവർ അവരുടെ കഥ പറയാനാണ് താല്പര്യം. അല്ലാത്തതൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവരും പുറത്തു കൊണ്ടുവരുന്നവരൊക്കെ ചുട്ടുകൊല്ല. ഒരു നടൻ എന്നുള്ള അർത്ഥത്തിലാണ് തുടങ്ങുന്നത് നാടകം. അഭിനയം എന്നുള്ളൊരു മോഹം അത് തന്നെയാണ്. പിന്നീടാണ് എഴുത്തിലേക്ക് തിരിഞ്ഞത്. എങ്ങനെയാണ് നാടകം എഴുതാൻ തുടങ്ങിയത്? അതിലേക്കുണ്ടായ ഒരു സാഹചര്യം കൂടി ഒന്ന് പറയാം. ഞാൻ ഈ നാടകം അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഇതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ചെറിയ വേഷമാണെങ്കിൽ തന്നെ ഒരുപാട് ചെറിയ വേഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. ചെറിയ വേഷങ്ങളാണെങ്കിൽ തന്നെ എല്ലാവരും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാ റിഹേഴ്സലിലും ഞാൻ പോവും. അപ്പോൾ അതൊരു ഇഷ്ടമായിട്ട് ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. വളരെ ചെറുപ്പം തൊട്ട് ഞാൻ കഥകളും കവിതകളും ഒക്കെ എഴുതിയിരുന്ന ഒരാളാണ്. അപ്പം പണ്ട് എപ്പോഴെങ്കിലും എനിക്ക് ഒരിക്കൽ സിനിമയ്ക്കൊക്കെ എഴുതണമെന്നൊരു ആഗ്രഹമൊക്കെ ചെറുപ്പത്തിലൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരു കവിതാ സമാഹാരം. അതിൻ്റെ അകത്തൊരു കവിതയുണ്ട്, മകൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കവിതയുണ്ട്. അതെൻ്റെ ഒരു സുഹൃത്ത് അതൊരു കഥാരൂപത്തിലാക്കിയിട്ട് എൻ്റെ സുഹൃത്ത് സുഭാഷ് എന്ന് പറഞ്ഞ ആളുണ്ട്, സുഭാഷ് മംഗലം, അദ്ദേഹത്തിൻ്റെ കൊടുത്ത് ഈ കഥയൊന്ന് വായിക്കുമെന്ന് ചോദിച്ചു. വായിച്ചു കഴിഞ്ഞ് പുള്ളി എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ ഇതിൻ്റെ അകത്തൊരു നാടകമുണ്ട് നീ എഴുതാൻ. പുള്ളിയുടെ ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഞാൻ നാടകം എഴുതി തുടങ്ങിയത്. അതൊരു നാടകം എഴുതി. എൻ്റെ ആദ്യത്തെ നാടകം എന്ന് ആശംസകളോടെ ആർക്കെ ഒപ്പ് എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അതൊരു ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് ഒന്നും അല്ലായിരുന്നു, വളരെ പഴയ സ്റ്റൈല് പിന്തുടർന്ന ഒരു നാടകമായിരുന്നു. അത് ആദ്യമായിട്ട് എഴുതാനുള്ള ഒരു ഇതും കൂടി ആയി കാണും. പിന്നീട് ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട് ആ നാടകം ഇവിടെ അവതരിപ്പിച്ചു. ഫീനിക്സ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു ട്രൂപ്പാണ് ഇവിടെ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വന്തമായിട്ട് മക്തൂബ് എന്ന പേരിൽ ഒരു നാടക ട്രൂപ്പ് ഞാനും സുഭാഷും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അത് മക്തൂബിൻ്റെ അർത്ഥം തന്നെ തലയിലെഴുത്ത് എന്നുള്ള ഇതാണ്, ആൽക്കമിസ്റ്റിൻ്റെ അകത്തെ ഒരു വേർഡാണ്. ഞാൻ അതിനുശേഷം എഴുതിയ ആദ്യത്തെ നാടകം കർണൻ എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. ദളിത് ജീവിതങ്ങളൊക്കെ വെച്ചിട്ടുള്ള അത് അരമണിക്കൂറിന് വേണ്ടി എഴുതി. ഒരു 10 മിനിറ്റ് അതിൻ്റെ ഒരു ഫോം നാഷണൽ വൈസ് തെസ്പിസ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കും ഡൽഹിയിൽ എല്ലാ വർഷവും. അതിൻ്റെ ഫസ്റ്റ് ഇതിന് എൻ്റെ ആ നാടകത്തിന് സെലക്ഷൻ കിട്ടി. അപ്പം നമ്മുടെ സീരിയസ് ആയിട്ട് കാണുന്നതിനൊരു അംഗീകാരമാണെന്ന് അറിഞ്ഞോടെ പിന്നെ എഴുതി തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവാസി മത്സരത്തിൽ സൗത്ത് സോണിൽ നിന്ന് എൻ്റെ നാടകം ഉണ്ടായിരുന്നു. ഒരു വാലന്റൈൻസ് ഡേയുടെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. ഇത്തവണയും എനിക്ക് കിട്ടിയിട്ടുണ്ട് തൂമതിപ്പൂ എന്ന് പറഞ്ഞൊരു നാടകത്തിന്. രക്ഷപ്പെടാനുള്ള വഴിയല്ല, വിദ്യാർത്ഥികളൊക്കെ രക്ഷപ്പെടുത്താൻ അവർക്കേ കഴിയും. നീ എന്നെ നോക്കിക്കേ, നിന്റെ നിലയും വിലയും കൂടെ ഉള്ളവരൊക്കെ ഒറ്റുകൊടുത്ത് വാങ്ങിയതോ ഞാനീ പറഞ്ഞ നിലയും വിലയും എന്നെ നോക്കാം. ഒരു കൈത്താങ്ങ് പോലും തരാൻ ആരുമില്ലാതെ ഏന്തി വരച്ച് നടന്ന് എനിക്കൊക്കെ അവര് തന്നെയാണ് ചെയ്യുന്നത്.
നിന്നോടെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ എന്ന് ഒരു കാലത്തും തുറപ്പിക്കാൻ പോകുന്നില്ല. ജോഫിൻ, ഈ നാടക പ്രവർത്തനത്തിനൊപ്പം തന്നെ മാധ്യമ പ്രവർത്തനം കൂടി ഒരു സൈഡിലൂടെ ഉണ്ട്. മുഖങ്ങൾ മാഗസിൻ അല്ലേ? എങ്ങനെയാണ് ഈ മുഖങ്ങളിലേക്ക് എത്തിയതും എന്താണ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും കാര്യങ്ങളും? മുഖങ്ങളിലേക്ക് എത്തിയതും ഞാൻ ആക്ച്വലി മാധ്യമം പ്രവർത്തനമൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ മലയാളത്തോട് കൂടുതൽ താല്പര്യം ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ എഴുത്ത് വന്നതുകൊണ്ട് ആവാം. അപ്പം ഇവിടെ ചെന്നൈയിൽ നിന്ന് പ്രഭുലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു മുഖങ്ങൾ എന്ന് പറഞ്ഞ ഒരു സമാന്തര മാസിക തുടങ്ങുന്നതെന്ന് പറഞ്ഞ് ഞാനതിൽ ജസ്റ്റ് വരിക്കാരൻ മാത്രമായിരുന്നു. കുറേ തവണ വന്നപ്പോഴത്തേനും എനിക്ക് അതിൻ്റെ അകത്ത് ഈ അക്ഷരത്തെറ്റുകൾ അതൊക്കെ കാണുമ്പം എന്തോ പോലെയായിരുന്നു. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇനി എനിക്ക് അയച്ചു തരണ്ട, എനിക്ക് ആ മാഗസിൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു, പുള്ളി ബേസിക്കലി മലയാളി ആണെങ്കിൽ കൂടെ ഇവിടെ ജനിച്ച് വളർന്ന ഒരാളാണ്. പുള്ളി മാതൃഭാഷയോടുള്ള സ്നേഹം കൊണ്ടാണ് പുള്ളി തമിഴിൽ തുടങ്ങാതെ, പുള്ളിയുടെ സർക്കിൾ മുഴുവൻ തമിഴ് ആൾക്കാരാണ്, പക്ഷെ തമിഴിൽ തുടങ്ങാതെ പുള്ളി മലയാളത്തിൽ അത് ചെയ്തത്. പക്ഷെ പുള്ളിക്ക് ആരും സപ്പോർട്ടില്ലായിരുന്നു. അത് പുള്ളി വന്ന് എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെ ആണ് 2014 ഡിസംബർ തൊട്ടാണ് ഞാൻ ആ മുഖങ്ങളിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 4-5 വർഷമായി. അത് കൂടുതലും രാഷ്ട്രീയപരമായിട്ടുള്ള സമകാലിക വിഷയങ്ങൾ തന്നെ കൂടുതൽ കൊണ്ടുവന്നില്ല. കവിതകൾ, കഥകൾ അങ്ങനെയൊക്കെ പോകുന്നു. VT ബലറാമിനെ പോലുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പേരങ്ങനെ സ്ഥിരമായിട്ടിപ്പം എഴുതി തരുന്ന ആൾക്കാരുണ്ട്. എന്നാലും അത് ഇത് ഒരു 2-3 മാസത്തിൽ കൂടുതൽ നിൽക്കില്ല, നിന്ന് പോകുമെന്ന് പറഞ്ഞത് ഏകദേശം 5 വർഷമായിട്ട് നമ്മൾ 1 മാസം പോലും മുടക്കാതെ ഇറക്കുന്നുണ്ട്. നാടകം, കവിത, കഥ എല്ലാം ഉണ്ട്, ഒപ്പം തന്നെ അഭിനയിക്കുന്നുമുണ്ട്. സ്വാഭാവികമായും സിനിമ ഒരു മോഹമാണോ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള യാത്രകളുണ്ടോ, അല്ലെ എന്താണ് മുൻപോട്ടുള്ളൊരു യാത്രകളെക്കുറിച്ച് പറയാൻ കഴിയുക? ആക്ച്വലി ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, 2 തമിഴ് പടങ്ങൾ. ഒന്ന് പുറത്തിറങ്ങി, നെരുങ്കിവ മുത്തമിടാതെ എന്ന് പറഞ്ഞൊരു സിനിമയാണ്, ലക്ഷ്മി രാമകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്തത്. പക്ഷെ അതിനകത്ത് നമ്മളെ ഔട്ട് വന്നപ്പം നമ്മളെ കാണത്ത് പോലും ഇല്ല. രണ്ടാമതൊരു സിനിമ ഫുൾ ലെങ്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്, കഴിഞ്ഞ 3 വർഷമായിട്ട് അത് പെട്ടിരിപ്പുണ്ട്. ആക്ച്വലി സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹമൊന്നും ഇല്ല. നാടകത്തിൽ തന്നെ അഭിനയിക്കുന്നുണ്ടെങ്കിലും എഴുത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെ അഭിനയത്തോടുള്ള മോഹം കുറഞ്ഞു വന്നു. സിനിമയിൽ അഭിനയിക്കണമെന്നല്ലേലും പണ്ട് തൊട്ടേ ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല. ചെയ്തു വന്നു, എന്തെങ്കിലും വന്നു എന്നുള്ളത്. പക്ഷെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്നും അങ്ങനത്തെ അത്തരം നല്ല സിനിമകൾ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു അനൗൺസ് ആയിട്ടില്ലെന്ന് തോന്നുന്നു, പഴയകാല ഒരു പ്രശസ്ത നടി ഒരു പുതിയ സിനിമ ചെയ്യാൻ പോവാണ്. ഞാനതിൻ്റെ ഡയലോഗ്സ് ഞാനാണ് എഴുതിയിരിക്കുന്നത്. ഒരു വമ്പിച്ച താരനിരയൊക്കെയുള്ള ഒരു നല്ല സിനിമയായിരിക്കും അത്. അതുപോലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തൂടെ എൻ്റെ സ്വന്തം ഒരു കഥയും തിരക്കഥയൊക്കെ ആയിട്ടൊരു പുതിയ സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ എഴുത്തിലോട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ന് തീരുമെന്നൊന്നും അറിയത്തില്ല. എഴുത്ത് തീർന്നു കഴിയുമ്പോൾ പിന്നെ പെട്ടെന്നാവും. എൻ്റെ ഒരു ഇവിടെ തന്നെ ചെന്നൈയിൽ തന്നെ വളർന്ന അശ്വിൻ ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുകൂടെ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോഫിൻ, ഇനി കുടുംബത്തിനെ കുറിച്ച്, കേരളത്തിലെ കോട്ടയമാണ് സ്വദേശം പറഞ്ഞു, ഇനി കുടുംബത്തിനെ കുറിച്ച് പറയും. നാട്ടിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി അടുത്താണ് മണിമല എന്ന് പറഞ്ഞ സ്ഥലം. നല്ല ഒരു സുന്ദരമായ സ്ഥലം. എൻ്റെ ഫാദർ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചുപോയി. പിന്നെ ഇപ്പം നാട്ടിലുള്ളത് അമ്മയും എൻ്റെ ബ്രദറുമാണ്. അമ്മ ഹോം മേക്കർ തന്നെ. ബ്രദർ ഇപ്പം ജസ്റ്റ് ഒരു 1 മന്തായിട്ട് കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്കിന് കയറി. വീട്ടിൽ അമ്മയും അനിയനും മാത്രമായിരുന്നു. ഞാനിവിടെ ചെന്നൈയിലാണ്. ചെന്നൈയിൽ എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും ചെന്നൈയിലുണ്ട്. അപ്പം ഇത്രയും നേരം മീഡിയ വണ്ണ് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. തോട്ട്സ് പങ്കുവെച്ച് ഒരുപാട് നന്ദി. എല്ലാവിധ ആശംസകളും. ഇനിയും മുൻപോട്ട് ഒരുപാട് പോകാൻ സാധിക്കട്ടെ. നല്ല നല്ല നാടകങ്ങൾ ഉണ്ടാവട്ടെ മലയാളത്തിൽ. ആശംസകൾ.